വർക്കർമാരാണ് ഇന്ന് മഹാസംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ പൊരിയുന്ന വെയിലിനെ അവഗണിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമരക്കാരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നെങ്കിലും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് തരാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഓണറേറിയത്തിന് ഉപാധികൾ പിൻവലിക്കുന്ന നടപടികളിലേക്ക് കടക്കേണ്ടത് സർക്കാരിനെ സംബന്ധിച്ച് അനിവാര്യതയായി മാറിയത്. അതോടൊപ്പം 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി പ്രഖ്യാപിക്കുക എന്ന ആവശ്യം ഉൾപ്പെടെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ആശാ വർക്കർമാർ. പക്ഷേ ആ കാര്യമടക്കം പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം മുമ്പോട്ട് പോകുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ഡാൻ ഇപ്പോ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ ഇടപെടുന്നു, വാതിൽ തുറന്നിടുകയാണ് എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഈ ഉപാധികൾ വെച്ചുകൊണ്ടാണോ ഈ സഹായം നൽകേണ്ടെന്നൊരു ചോദ്യം ആശാ വർക്കർമാരുടെ ഭാഗത്തുനിന്ന് വരുന്നു. കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനം എടുക്കുന്ന നിലപാട്. ഇതിൽ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണോ ഈ പ്രതിഷേധം? ഈ രാഷ്ട്രീയമുണ്ട് ഈ വിഷയത്തിനകത്ത് എന്ന് ഭരണപക്ഷം ആരോപിക്കുന്നത് ഈ ഒറ്റ കാര്യത്തിലാണ്. അതിനെ എന്തുതരം മറുപടിയാണ് സമരസമിതി പറയുന്നത്? അത് നമുക്ക് അവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും ഉചിതം. അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സമരസമിതിയുടെ ഭാരവാഹികൾ തന്നെയാണ്. പക്ഷേ വലിയ ആക്ഷേപം അങ്ങനെ ഇവിടേക്ക് മറ്റ് പ്രതിപക്ഷ സംഘടനകളടക്കം പിന്തുണയുമായി ഐക്യദാർഢ്യവുമായി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത് എന്നൊരു വലിയ ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതിനോട് ഏത് തരത്തിലായിരിക്കും സമരസമിതി പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നൊരു ആക്ഷേപം കൂടിയിരിക്കുകയാണ്. അതിനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതികരിക്കുന്നത്? ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ, നമ്മൾ പ്രഖ്യാപിച്ച ദിവസം മുതൽ ഇങ്ങനെയുള്ള കുറെ കുതന്ത്രങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഒരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അത് അധ്വാനിക്കുന്നവന്റെ രാഷ്ട്രീയമാണ്, പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയമാണ്, വിശപ്പിന്റെ രാഷ്ട്രീയമാണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയം ഒരു വിലങ്ങുതടിയല്ല. ഇവിടെ ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ആയിരക്കണക്കിന് ആശമാരോട് ചോദിക്കണം അവരുടെ രാഷ്ട്രീയം എന്താണെന്ന്, ഈ സംഘടനയുടെ രാഷ്ട്രീയം എന്താണെന്ന്. നമുക്ക് സങ്കുചിതമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഒന്നും നേടാനില്ല. നമുക്ക് നേടാനുള്ളത് ആശമാരുടെ അവകാശങ്ങളാണ്. കേരളത്തിലെ നമ്മുടെ സംഘടനയിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മൾ ഈ ഉയർത്തുന്ന ഡിമാൻഡുകൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കും വേണ്ടിയിട്ടുള്ള ഡിമാൻഡുകളാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയവും സങ്കുചിതത്വം മറന്ന് എല്ലാവരും ഒന്നിച്ചു വരണമെന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ അഭിപ്രായം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ബോധപൂർവമായ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നതാണ് ഉയരുന്ന ഒരു വിമർശനങ്ങളിലൊന്ന്. ഇവിടെ പണിയെടുക്കുന്നവൻ അവൻ പണിയെടുത്തതിന് കൂലി ചോദിക്കുമ്പോൾ ആ കൂലി തികയില്ല, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള തുക തരണമെന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാണ് സർക്കാർ പ്രതിരോധത്തിലാണ്? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. പണിയെടുക്കുന്നവൻ കൂലി ചോദിക്കുന്ന, അല്ലാതെ അവന്റെ ജീവിതോപാധിക്ക് വേണ്ടി തികയുന്ന പണം തരണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുമല്ലേ സർക്കാർ ചെയ്യേണ്ടത്? എന്തിനാണ് പ്രതിരോധത്തിലാകുന്നത്? ഇത് ഇന്നലെ തുടങ്ങിയ സമരമല്ലോ, ഇന്ന് 11 ദിവസം കഴിഞ്ഞില്ലേ ഈ സ്ത്രീകൾ ഈ പൊരി വെയിലത്തിരിക്കുന്നത് കാണാൻ കഴിയുന്നില്ല ഇവിടെ ഭരണാധികാരികൾക്ക്? ഇന്നലെ ആര് പറഞ്ഞിട്ടാണ് 2.5 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്ന PSC മെമ്പർമാർക്ക് 1 ലക്ഷത്തിലധികം രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തത്? 7,000 രൂപ മാസം വാങ്ങിക്കുന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 10,000 രൂപ ദിവസം വാങ്ങിക്കുന്നവർക്കാണ് അവര് ഇന്നലെ വർദ്ധിപ്പിച്ചു കൊടുത്തില്ല. അവർ പറയുന്നത് ഇപ്പോൾ രാജ്യത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം ലഭിക്കുന്നത് കേരളത്തിലുള്ള ആശാവർക്കർമാർക്കാണ്. അവർ സ്വയം നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്ന് ആരോഗ്യമന്ത്രി പറയട്ടെ. 7,000-ഓളം രൂപയില്ലേ? 1.25 ലക്ഷം രൂപയല്ലേ ശമ്പളം വാങ്ങിക്കുന്നത്? ഇത് മാസം 7,000 രൂപ കൊടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഒരു ദിവസം 232 രൂപ വാങ്ങിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇതിങ്ങനെ 7,000 വലിയൊരു തുകയെന്ന് പറയാൻ ഇവർക്ക് നാണമില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് PSC മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത്? അവർക്ക് വളരെ കുറവാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കൂടുതൽ എന്ന് പറഞ്ഞാൽ അതാണ്, അതോ ഇതാണോ കൂടുതൽ? 7,000 ആണോ കൂടുതൽ? 3.5 ലക്ഷം രൂപയാണോ കൂടുതൽ? 1.25 ലക്ഷം രൂപയാണോ കൂടുതൽ? ഇവർക്ക് ലജ്ജയില്ല ഇങ്ങനെ പറയാൻ. ഇതാണ് നമുക്ക് മനസ്സിലായത്. ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. വീണ്ടും എപ്പോൾ വേണമെങ്കിലും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, കയറി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെയൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ. അവർ വിളിച്ചാലല്ലേ കയറാൻ പറ്റത്തുള്ളൂ. വിളിക്കട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് പോകില്ല എന്നൊന്നും ഞങ്ങൾ വാശി പിടിക്കുന്നില്ല. ചർച്ച ചെയ്യണമെന്നാണ് 10-ാം തീയതി മുതൽ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചർച്ച വിളിക്കട്ടെ, നമുക്ക് സെറ്റിൽ ചെയ്യാം. അല്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുണ്ടോ? അല്ല, എത്രത്തോളം എന്നുള്ളത് അവിടെ ചെന്ന് വെക്കുന്ന ഫോർമുല അനുസരിച്ചേ പറയാൻ പറ്റത്തുള്ളൂ.
ഫോർമുല അനുസരിച്ച് അവരങ്ങനെ ഒരു ന്യായമായ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിൽ വന്നാൽ നിങ്ങളും അതിന് തയ്യാറാവും. നമ്മളത് ആലോചിച്ചിട്ട് പറയും എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മളിവിടെ നമ്മൾ ആരെങ്കിലും 2-3 പേര് തീരുമാനിക്കുന്ന കാര്യമല്ല. ഇവിടെ നമ്മുടെ സംഘടനയ്ക്ക് ഒരു സംസ്ഥാന കമ്മിറ്റിയുണ്ട്. എല്ലാ ജില്ലകളിലെ ആശാ പ്രതിനിധികൾ, അതിന്റെ ജില്ലാ നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു സമിതിയുണ്ട്. അവരുമായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റൂ. കാരണം നമ്മൾക്ക് അവരുടെ വികാരം, ആശാ വർക്കർമാരുടെ വികാരം എന്ത്, പൾസ് എന്തെന്ന് മനസ്സിലായി ഇരിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ നമുക്കത് കണക്കിലെടുക്കാതെ നമുക്ക് ഒരു ഒത്തുതീർപ്പിലെത്താൻ പറ്റും. അതാണ് അവരുടെ പ്രതികരണം. അതായത് സർക്കാർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ, ആരോഗ്യമന്ത്രി അതിന് മുൻകൈയെടുത്താൽ ആ ചർച്ചയിൽ അവരും പങ്കാളികളാകുമെന്ന് പറയുമ്പോൾ മറ്റ് രാഷ്ട്രീയമില്ല, ബിഷപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം 11ാം ദിവസത്തിലും പുരോഗമിക്കുന്നതെന്നാണ് ആശാ വർക്കർമാരുടെ. അപ്പോൾ ഇനി ഡൽഹിയിലേക്ക് സമരം കടക്കും. അതായത് ഡൽഹിയിൽ പോയി സമരം ചെയ്യാമെന്ന് മന്ത്രി പറയുന്നു. ഇതിൽ വിട്ടുവീഴ്ച എന്താണ് പറയുന്നത് കേൾക്കട്ടെ എന്നുള്ള തരത്തിലാണ് ഒറ്റക്കെട്ടായിട്ടാണ് ഈ വിഷയത്തിനകത്ത് പറയുന്നത്, അല്ലെ? സമരസമിതിക്ക് ഇതിനകത്ത് ഒരു തീരുമാനമാണുള്ളത്. അതല്ലാതെ ഇതിൽ മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമോ അഭിപ്രായ ഭിന്നതയോ സമരസമിതിക്ക് വിഷയത്തിനകത്തില്ല, അല്ലേ? ഡൽഹിയിലേക്ക് സമരം ചെയ്യാൻ പോകാൻ ആരോഗ്യമന്ത്രിക്കൊപ്പം പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നാളെ ഡൽഹിയിലേക്ക് പോകുമെന്നല്ല അവർ ഉദ്ദേശിക്കുന്ന കാര്യം. അങ്ങനെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് സർക്കാരിന് ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്രത്തെ മാത്രം പഴി പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നില്ല എന്നൊരു ആവശ്യമാണ്. അതിന് മറു ചോദ്യമായി സമരസമിതിയും ആശാ വർക്കർമാരും മുമ്പോട്ട് വെക്കുന്നത്. അതിനോട് ഏത് തരത്തിലായിരിക്കും ആരോഗ്യമന്ത്രി ഇനി പ്രതികരിക്കുക എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും ആശാ വർക്കർമാർക്കൊപ്പം താനും സമരം ചെയ്യാൻ ഡൽഹിയിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് സമരസമിതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. റൈറ്റ്, ഞാൻ വരാം ഡാൻ. ഏതായാലും ആശാ വർക്കർമാരുടെ വേതന കാര്യത്തിൽ കേന്ദ്രത്തെ വിമർശിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. ആശാ വർക്കർമാരുടെ വേതനത്തിന് 100 കോടി വേണ്ടിയിരുന്നു. കേന്ദ്രം 1 രൂപ പോലും നൽകുന്നില്ല. കേരളത്തിന് നൽകേണ്ടതായ തുക കേന്ദ്രം നൽകണം. ഇതിനായി ആശാ വർക്കർമാർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണെന്നും വീണ ജോർജ് പറഞ്ഞു. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 7000 ഓണറേറിയമാണ്. അതിനുശേഷം കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെന്റീവായിട്ടുള്ള 2000 പ്ലസ് 1000 3000. അതുകൂടാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇൻസെന്റീവ്സ്. അങ്ങനെ ഒരു 10,000-ന് മുകളിൽ 12,500 14,000 വരെയൊക്കെ വാങ്ങുന്ന ആശമാര് ഉണ്ട്. 2023-24 വർഷം കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്. കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. സംസ്ഥാനത്തിന്റെ നിലപാട് എപ്പോഴും ആശമാർക്കൊപ്പമുള്ള നിലപാടാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളം നൽകുന്നത്.